അപ്പോൾ ഉയർന്നു വരുന്നൊരു ചോദ്യം, ഈ മൈജി പോലെയുള്ള സ്ഥാപനങ്ങളിൽ പ്രമുഖ ബ്രാൻഡുകളുടെ കോപ്പി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടോ എന്നുകൂടി പരിശോധിക്കേണ്ടതില്ലേ? അല്ല, അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല, ഇയാൾ വാങ്ങി ഹെലികോപ്റ്ററിന് കൃത്യമായിട്ടുള്ള സർവീസ് ഹെലികോപ്റ്ററിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഹെലികോപ്റ്റർ മേടിച്ചു അടുത്ത ദിവസം അത് ഈ സാധനം ഫ്ലൈ ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ഇയാൾ ഇത് മേടിച്ച സ്ഥാപനത്തെയാണോ കോൺടാക്ട് ചെയ്യുന്നത്, ഹെലികോപ്റ്റർ ഉണ്ടാക്കിയ കമ്പനിയാണോ കോൺടാക്ട് ചെയ്യുന്നത്? അയാൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്തത്, ആരും മുഖേനയാണോ പർച്ചേസ് ചെയ്തത്, അവരെയല്ലേ അയാൾ കോൺടാക്ട് ചെയ്യുക സർവീസിന് വേണ്ടിയിട്ട്. അയാൾ മേടിക്കുന്ന സാധനത്തിന് അയാൾക്ക് സർവീസ് കിട്ടുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുമ്പം അയാൾ കൊടുക്കുന്ന സാധനത്തിന് സർവീസ് അയാൾ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം അവിടെ. അതല്ല, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം എന്താ വെച്ചാൽ മൊബൈൽ, ഈ റെഫ്രിജറേറ്റർ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു ബ്രാൻഡായിട്ട് മൈജി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതെങ്ങനെ മാറി എന്നുള്ളതിനെ കുറിച്ചൊക്കെ മറ്റേ ആവശ്യമുണ്ടെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളൊക്കെ പരിശോധിച്ചോളട്ടെ. നമ്മൾ അതിനെക്കുറിച്ചൊന്നും കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ മൈജിക്ക് വേണമെങ്കിൽ ഇത്രയും പർച്ചേസ് കപ്പാസിറ്റി ഉള്ള ഒരാളുകളാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് കമ്പനിയോട് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ എല്ലാത്തിൻ്റെയും ഒരു സർവീസ് സ്റ്റേഷനുകൾ ഇവരുടെ ഈ ഷോറൂമുകളോട് ചേർന്ന് തന്നെ വെക്കാൻ പറ്റുന്ന കാര്യമാണ്.